ഇന്നലത്തെ ടാസ്കിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഒരു കമ്പനിയുടെ മുതലാളിയായ നെവിനാണ്. നെവിൻ മുതലാളിയായിട്ട് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊന്നും പറയണ്ട. കാരണം കുടിക്കണം അതുപോലെ കഴിക്കണം എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ നെവിനെ സംബന്ധിച്ചുള്ളൂ. ആ ടാസ്ക് മൊത്തം കുളമാക്കിയതിന് ഒന്നാമത്തെ ക്രെഡിറ്റ് നെവിനേനെ ഇരിക്കട്ടെ. ഏതായാലും ബിഗ് ബോസ് അത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നെവിനെ ഡിസ്മിസ് ചെയ്യുകയാണ്. ആ ടാസ്കിൽ നിന്നല്ല, അതിലെ മുതലാളി സ്ഥാനത്ത് നിന്ന് ഡിസ്മിസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഓറഞ്ച് ജ്യൂസ് കമ്പനിക്ക് പുതിയ മുതലാളി ആയിട്ട് ഷാനവാസാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ പുതിയതായിട്ടൊരു കമ്പനി കൂടി ഓപ്പൺ ചെയ്തു, മാംഗോ ജ്യൂസ് കമ്പനി. അതിൻ്റെ ഓണറായിട്ട് ആരിനെയും തിരഞ്ഞെടുത്തു. പിന്നുള്ള ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ ക്വാളിറ്റി ഇൻസ്പെക്ടർമാർ 2 പേർ, അനുമോളും ജിഷിനും. അതിലെ മത്സരാർത്ഥികളെല്ലാം നമ്മൾ പറഞ്ഞു അനുമോളുടെ കൂടെ അല്ലായിരുന്നു, ജിഷിൻ്റെ കൂടാണ്, ജിഷിനാണ് നല്ലതെന്നൊക്കെ ആയിരുന്നു ടാസ്ക് കഴിഞ്ഞിട്ട് ഇവർ പേഴ്സണലായിട്ട് പറഞ്ഞത്. പക്ഷേ വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ ഇവരിൽ ഒരാളെ മാറ്റാമെന്ന് ബിഗ് ബോസ് ആവശ്യപ്പെട്ടു. അങ്ങനെ വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ അനുമോൾക്കായിരുന്നു വോട്ട് കുറവ്. ജിഷിനെ മാറ്റാനാണ് അംഗീകാരം കൊടുക്കുന്നത്. അങ്ങനെ ജിഷിനും ഈ സ്ഥാനം തെറിച്ചിരിക്കുകയാണ്. അവിടേക്ക് പുതിയ ക്വാളിറ്റി ഇൻസ്പെക്ടറായിട്ട് ഫാബുമോനാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ പുതിയ ക്വാളിറ്റി ഇൻസ്പെക്ടറായി ഫാബുമോനും അനുമോളും ജിഷിനും നെവിനും കൂടി ജയിലിലേക്ക് പോകുന്നു. അതുപോലെ ഷാനവാസും ആര്യനും പുതിയതായിട്ട് കമ്പനി മുതലാളിമാരായിട്ട് വീണ്ടും എത്തുന്നു. അങ്ങനെ ടാസ്ക് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആരംഭിക്കും. ഈ വമ്പൻ ടിസ്റ്റോടെയാണ് ടാസ്ക് ആരംഭിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം ഇന്നലെ പോലെ വേറെ ഏതെങ്കിലും സംഗതി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്.